ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. കഴിഞ്ഞ IPL ഗംഭീര പ്രകടനമായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നടത്തിയിരുന്നത്. ആ കുതിപ്പ് ചെന്നവസാനിച്ചത് IPL കിരീടത്തിലാണ്. എന്നാൽ കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ ഇന്നിപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം ഇല്ല. അദ്ദേഹത്തെ നിലനിർത്താൻ KKR തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പല പ്രധാനപ്പെട്ട താരങ്ങളെയും അവർ നിലനിർത്തിയിട്ടുണ്ട്. കൊൽക്കത്തയുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ക്രിക്കറ്റസി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഓപ്ഷനിൽ കൊൽക്കത്തയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച 3 പിഴവുകൾ ഏതൊക്കെയാണ് എന്നതാണ് ഇവർ വിലയിരുത്തിയിട്ടുള്ളത്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത് വെങ്കടേഷ് അയ്യർക്ക് നൽകിയ തുകയാണ്. അദ്ദേഹത്തെ നിലനിർത്താൻ തയ്യാറാവാതെ കൊൽക്കത്ത അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. തുടർന്ന് ലേലത്തിൽ 23.75 കോടി രൂപ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഇത്രയും വലിയ ഒരു തുക വെങ്കടേഷ് അയ്യർ അർഹിച്ചിരുന്നുവോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ആദ്യമേ നിലനിർത്താമായിരുന്നു. ഇത്രയും തുക നൽകേണ്ടതില്ലായിരുന്നു. അത് ലേലത്തിലെ എല്ലാ പ്ലാനുകളെയും ബാധിച്ചു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം ശക്തമാവുന്നുണ്ട്. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക് അത് ഫിൽ സാൾട്ടിനെ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ, സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയ അവരുടെ ഓപ്പണറാണ് ഫിൽ സാൾട്ട്. 435 റൺസ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നേടിയിരുന്നത്. അദ്ദേഹത്തെ കൊൽക്കത്ത നിലനിർത്തിയില്ല എന്നുള്ളത് മാത്രമല്ല, ലേലത്തിൽ അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ അവർക്ക് സാധിച്ചതുമില്ല. RCB ആണ് താരത്തെ സ്വന്തമാക്കിയത്. പകരം ഡീകോക്കിനെയാണ് കൊൽക്കത്ത കൊണ്ടുവന്നിട്ടുള്ളത്. സാൾട്ടിനെ കൈവിട്ട് കളഞ്ഞത് ഒരു മിസ്റ്റേക്ക് ആയിക്കൊണ്ടാണ് ഇപ്പോൾ പലരും പരിഗണിക്കുന്നത്. ഇനി മൂന്നാമത്തേത് മുഹമ്മദ് ഷാമിയെ ലഭിച്ചില്ല എന്നത് ഒരു പോരായ്മയായിക്കൊണ്ട് പലരും കാണുന്നുണ്ട്. ഹർഷിത് റാണക്ക് കൂട്ടായിക്കൊണ്ട് മികച്ച ഒരു ഇന്ത്യൻ പേസറെ കൊണ്ടുവരാൻ കൊൽക്കത്തക്ക് പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഷാമിക്ക് വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് SRH ആണ് ഷാമിയെ സ്വന്തമാക്കിയത്. പിന്നീട് വൈഭവ് അറോറയെ കൊൽക്കത്ത തിരികെ എത്തിക്കുകയും ചെയ്തിരുന്നു. ഷാമിയെ ലഭിച്ചിരുന്നുവെങ്കിൽ കൊൽക്കത്തക്ക് അത് കൂടുതൽ മുതൽക്കൂട്ടാവുമായിരുന്നു എന്ന വിലയിരുത്തൽ ഇപ്പോൾ പലരും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ക്രിക്കറ്റസി വിലയിരുത്തിയിട്ടുള്ള 3 പ്രധാനപ്പെട്ട പോരായ്മകൾ ഇതൊക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.